എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിന് പകരം നെയ്യ് ഒഴിച്ച് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക. പെട്ടെന്ന് ഇത് കരിഞ്ഞ് കളറൊക്കെ മാറി വരും. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കറുത്ത മുന്തിരിയില്ലേ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇത് നമുക്കിതിൽ നിന്നൊന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഒത്തിരി അങ്ങ് കരിച്ച് കളയണ്ട. അപ്പോൾ ഇതിന് നമുക്കിതിൽ നിന്നും കോരി മാറ്റാം. എന്നിട്ട് ഇതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഒരു കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത്. വെർമസെല്ലി എന്നും പറയും. അപ്പോൾ ഇത് വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വറുത്തതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. വീണ്ടും നമ്മളൊരു 3-4 മിനിറ്റ് കൂടെ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കുക. ഒരു 4 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ ഒന്നുകൂടെയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടാവും. ആ സമയം ഇതിലേക്ക് നന്നായിട്ടൊന്ന് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാനിപ്പോൾ ഒരു വലിയ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 2 ഏലക്കയും കൂടെ ഒരുമിച്ച് പൊടിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഇത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക അതിൻ്റെ അളവ്. ഇനി ഇതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ 10ൻ്റെ പാക്കറ്റില്ലേ അത് ഫുള്ളായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ചെയ്തെടുക്കുമ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒത്തിരി നേരം ഇട്ട് ഇളക്കി കൊടുക്കണ്ട, പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും പാൽപ്പൊടിയൊക്കെ ചേർന്നതായതുകൊണ്ട്. ഇനി ഒരു പാത്രത്തിൽ 2.5 ഗ്ലാസ് പാലെടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കസ്റ്റേർഡ് പൗഡർ 2-3 ടേബിൾ സ്പൂൺ പാലിൽ നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇത് നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ബൗൾ എടുത്തിട്ടുണ്ട് ചെറുത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതുപോലെ 2 ബൗളിലായിട്ട് ആദ്യമേ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സേമിയ മിക്സ് ഇട്ട് കൊടുക്കുക കുറേശ്ശെ. എന്നിട്ട് ഇത് കൈകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡിലും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഇതുപോലെ ഓരോന്നായിട്ട് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് കുറച്ചും കൂടെ തിക്കായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് 2 ബൗളിലും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്കിത് കറക്റ്റ് 2 ബൗളിലും കൊള്ളുന്ന അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു അളവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വീണ്ടും നമ്മുടെ സേമിയയുടെ മിക്സ് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇനി ഒത്തിരി അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണ്ട, പതിയെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് വീണ്ടും കാഷ്യൂനട്ടും കിസ്മിസും ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. പാലിൻ്റെ മിക്സും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്താൽ തണുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ലാസ്റ്റത്തെ ലെയറും കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് പിസ്ത അല്ലെങ്കിൽ ബദാം എന്ത് വേണമെങ്കിലും നട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഇഷ്ടത്തിന്. അങ്ങനെ ഞാനിവിടെ ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. തണുപ്പിച്ച് കഴിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.